അവസ്ഥകളെക്കുറിച്ച്, ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങളെക്കുറിച്ച്, വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് സലീം കുമാർ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാവരെയും ചിരിപ്പിക്കുകയായിരുന്നു. എന്നാൽ തനിക്ക് ചിരിപ്പിക്കാൻ മാത്രമല്ല, തനിക്ക് ഗൗരവത്തോടു കൂടിയ ഒരു കഥാപാത്രത്തെ, ദേശീയ രംഗത്ത് ശ്രദ്ധേയമാകുന്ന ഒരു കഥാപാത്രത്തെ അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ കഴിയുമെന്ന് ആദമിൻ്റെ മകൻ അബുവിലൂടെ തെളിയിച്ചു. ഇതിൻ്റെ ഡയറക്ടർ സി സലീം നമ്മുടെ ഈ വേദിയിൽ ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാനുണ്ട്. സലീം കുമാറിനെ പോലുള്ള ഒരു താരത്തിൻ്റെ ഒരു റേഞ്ച്, അത് നമ്മളൊന്നും ഉദ്ദേശിക്കുന്ന തലത്തിലുള്ളൊരു റേഞ്ച് അല്ല, അതിൻ്റെ അപ്പുറത്തുള്ളൊരു റേഞ്ചാണ് എന്ന് കണ്ടെത്തിയ സംവിധായകൻ കൂടിയാണ് അദ്ദേഹം. അതാണ് അദ്ദേഹത്തെ ദേശീയ അവാർഡിലേക്ക് നയിച്ചത്, ഭരത് അവാർഡിലേക്ക് നയിച്ചത്. ആ ഭരത് അവാർഡ് സലീം കുമാറിന് മാത്രമല്ല കിട്ടിയത്. സലീം കുമാറിനെ ഇഷ്ടപ്പെടുന്ന നമുക്കെല്ലാവർക്കും, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും, അദ്ദേഹത്തിന് ഒരു കുടുംബമായി കരുതുന്ന ഈ പറവൂരിനും നമുക്കെല്ലാവർക്കും കിട്ടിയ ഒരു ഭരത് അവാർഡാണ്. ആ ഭരത് അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഈ നാടിന് മുഴുവൻ കിട്ടിയ ഒരു സമ്മാനം എന്നുള്ള നിലയിലായിരുന്നു. ആ ഭരത് അവാർഡ്, ആ ചിത്രവും അദ്ദേഹത്തെ മറ്റൊരു വ്യത്യസ്തമായ തലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പം ഇവിടെ പല സിനിമകളും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കാണിച്ചു. ഇത് കാണാത്തൊരു മലയാളി ഉണ്ടാവില്ല ഈ സിനിമകളെല്ലാം. അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത വേഷങ്ങൾ ആസ്വദിക്കാത്ത ഒരാൾ പോലും അദ്ദേഹത്തിനുണ്ടാവില്ല. തൻ്റെ ആ രംഗത്ത് നിറഞ്ഞു നിൽക്കുമ്പോഴും പൂർണ്ണമായ അതിനോടുള്ള കമ്മിറ്റ്മെൻറ്റോടുകൂടി ഏത് മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോഴും നമുക്ക് വേണ്ടത് ആ മേഖലയോടുള്ള നമ്മുടെ അർപ്പണബോധമാണ്. സിനിമയിലാണെങ്കിലും നാടകത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ പൊതുപ്രവർത്തനത്തിലാണെങ്കിലും കാണിക്കേണ്ട ഒരു അർപ്പണബോധമാണ്. ആ ഡെഡിക്കേഷൻ സലീം കുമാറിനുണ്ടായിരുന്നു. തൻ്റെ ജീവിതം സിനിമയ്ക്കുള്ളതാണ് എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. ആ സിനിമ വരാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് നാൾ, തൻ്റെ യുവത്വം ഒരുപാട് നാൾ അദ്ദേഹം കാത്തിരുന്ന് അദ്ദേഹത്തിന് കിട്ടിയ അവസരങ്ങളെല്ലാം അദ്ദേഹം അത് ശ്രദ്ധേയമാക്കി മാറ്റി എന്നുള്ളതാണ് അദ്ദേഹത്തെ നമുക്ക് വ്യത്യസ്തനാക്കുന്നത്. ഈ രംഗത്ത് പൂർണ്ണമായ അർപ്പണബോധത്തോടെ ഉറച്ചു നിൽക്കുമ്പോഴും വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ തൻ്റെ മനസ്സിൽ രൂഢമൂലമായ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ അദ്ദേഹം അത് ഹൃദയത്തിലേക്ക്, വളരെ അപൂർവം ആളുകൾക്ക് മാത്രം കഴിയുന്നൊരു കാര്യമാണ്, താൻ വിശ്വസിച്ചൊരു പ്രത്യയശാസ്ത്രത്തെ ഹൃദയത്തിൽ ഇടം കൊടുത്ത് അത് കൊണ്ടു നടക്കുക. അതിൽ നിന്ന് ആ വിഷയം വരുമ്പോൾ അതിൽ വെള്ളം ചേർക്കാതിരിക്കുക, തൻ്റെ അഭിപ്രായം വെട്ടിത്തുറന്ന് പറയുക. അതിൽ ആർക്കൊക്കെ സങ്കടം വരുമോ, ആർക്കൊക്കെ വിഷമം വരുമോ, തൻ്റെ അവസരങ്ങൾ ഇല്ലാതാകുമോ എന്നൊന്നും അദ്ദേഹം സങ്കടപ്പെട്ടില്ല. താൻ വിശ്വസിച്ച ആ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അചഞ്ചലമായ ഒരു കാർക്കശ്യത്തോടു കൂടിയ നിലപാട് അദ്ദേഹത്തിന് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് പേർക്ക് പഠിക്കാനുണ്ട് ആ കാര്യത്തിൽ. എനിക്ക് വ്യക്തിപരമായി ഉണ്ടായ നഷ്ടം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത നഷ്ടമാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു സഹോദരനെ, ഒരു കൂടപ്പിറപ്പിനെ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖമാണ്. സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും ഫോൺ ചെയ്യുന്നതിലൂടെ അല്ല, നമ്മൾ എല്ലാ ദിവസവും കാണുന്നതിലൂടെ മാത്രമല്ല, നമ്മൾ കാണാതിരുന്നാലും നമ്മൾ ഫോൺ ചെയ്യാതിരുന്നാലും കുറേ ദിവസങ്ങൾ കൂടി നമ്മൾ കൂട്ടിമുട്ടിയാലും സ്നേഹവും ആ ഹൃദയബന്ധവും എത്ര വലുതാണ് എന്നെനിക്ക് ബോധ്യമാക്കി തന്ന ഒരാൾ കൂടിയാണ് സലീം കുമാർ. കാരണം അത്രമാത്രം ഞങ്ങൾ തമ്മിൽ അത്രമാത്രം ഹൃദയബന്ധമുണ്ടായിരുന്നു എന്നതാണ് എന്നെ ഇപ്പോൾ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. സലീം കുമാർ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു ചിന്തയാണ്. നമ്മൾ പറവൂരിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സലീം കുമാറിനെ കുറിച്ച് ചിന്തിക്കും. സലീം കുമാറിൻ്റെ ആ ഒരു സാന്നിധ്യം എല്ലാ സ്ഥലത്തും ഉണ്ട്. അദ്ദേഹം വരുന്നത് വെള്ളപ്പൊക്കം വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ വരും, തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ വരും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ സലീം കുമാറിൻ്റെ സാന്നിധ്യം നമ്മുടെ തൊട്ടരികിലുണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം യാത്രയാകും, അദ്ദേഹത്തിൻ്റെ ലോകത്തേക്ക് യാത്രയാകും. ഇടയ്ക്കൊരു വിളി വരും. പിന്നെ രോഗം വരുമ്പോൾ നമ്മൾ അന്വേഷിച്ച് നമ്മൾ അദ്ദേഹത്തോട് ചെല്ലണം. അപ്പോൾ മാത്രമേ രോഗവിവരത്തെക്കുറിച്ച് നമ്മളോട് പറയുകയുള്ളൂ. 10-12 വർഷം മുമ്പ് ഗുരുതരമായ ഒരു രോഗം അദ്ദേഹത്തെ അലട്ടിയ സമയത്ത് അത് ഒളിച്ചു വയ്ക്കാനാണ് ശ്രമിച്ചത്. ഞാനത് കണ്ടെത്തുകയായിരുന്നു, അദ്ദേഹത്തോട് സംസാരിച്ചു. ഇപ്പോഴും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്തിൽ ഇവിടെ പരിപാടികൾക്ക് വരുമ്പോഴും ഏറ്റവും അവസാനം അദ്ദേഹം പങ്കെടുത്ത ഒരു പൊതുചടങ്ങ് എനിക്കിവിടെ നൽകിയ, മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം എനിക്ക് ഈ പറവൂരിൽ നൽകിയ പൗരസ്വീകരണത്തിൽ പങ്കെടുത്തുകൊണ്ടാണ്. എന്നോട് എൻ്റെ അടുത്ത് ചേർന്നിരുന്നുകൊണ്ട് എൻ്റെ കൈ പിടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, എനിക്ക് എല്ലാം പൂർത്തിയായതുപോലെയാണ്, അറം പറ്റിയ വാക്കുകൾ പോലെയാണ് ഇപ്പോൾ എനിക്കത് തോന്നുന്നത്. ഇപ്പോൾ എല്ലാം പൂർത്തിയായതുപോലെയാണ്.
എനിക്ക് 2011 മന്ത്രിയാകാതെ വന്നപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് ഒരുപാട് കരഞ്ഞു. ഇപ്പോൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാൻ, ഇവിടെ വന്ന് പറവൂരിലെ സ്വീകരണത്തിൽ പങ്കെടുക്കുന്നത് കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ജീവിതത്തിൽ എല്ലാം പൂർത്തിയായതുപോലെ തൻ്റെ ഒരു സുഹൃത്തിന് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ലഭിച്ചപ്പോൾ അത് തൻ്റെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയായി എന്ന് വിശ്വസിക്കുന്ന ഒരാളെ നമ്മൾ സുഹൃത്തെന്ന ചെറിയ വാക്കിൽ ഒതുക്കി നിർത്താൻ പറ്റുമോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അതിനേക്കാൾ എത്രയോ അപ്പുറമാണത്. എൻ്റെ ജീവിത ലക്ഷ്യം പൂർത്തിയായി എന്നാണ് എന്നോട് കൈപിടിച്ചുകൊണ്ട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് തിരിച്ച് കൈപിടിച്ച് ഞാൻ ആശ്വസിപ്പിക്കുകയായിരുന്നു. ആ യാത്ര ചോദിക്കുന്ന വാക്കുകളാണ് സത്യത്തിൽ എന്നോട് പറഞ്ഞത്. യാത്ര ചോദിക്കുകയായിരുന്നു എന്ന് പിന്നീട് എനിക്ക് ഈ മരണവിവരം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നോട് യാത്ര ചോദിക്കുകയായിരുന്നു. അത്ര വികാര നിർഭരമായിട്ടാണ് എൻ്റെ കൈപിടിച്ചുകൊണ്ട് അത് പറഞ്ഞത്. സലീംകുമാർ, നമുക്ക് ആര് വിചാരിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളെ അടർത്തി മാറ്റാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്, നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക്, നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നവർക്ക് നമ്മളെ ഹൃദയത്തിൽ ഒരു ഇടം കൊടുത്ത സ്ഥലത്ത് സലീംകുമാർ അങ്ങ് തീർച്ചയായും ഉണ്ടാകും. എൻ്റെ മാത്രമല്ല, അങ്ങയെ സ്നേഹിക്കുന്ന, അങ്ങയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ടാകും എന്ന് മാത്രം വിനയപുരസ്സരം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു.